ആത്മീയ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആത്മീയ സമ്പത്ത് എന്താണ്, ആത്മീയ സമ്പത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെയായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു നമുക്ക് മുമ്പിലൂടെ ലളിതമായ ജീവിതം നയിക്കുന്ന പലരും മഹാത്മാക്കൾ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. ആത്മീയതയിൽ ഉന്നതിയിലെത്തിയവർക്ക് അത് മനസ്സിലാക്കാനും സാധിക്കും. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് രമണ മഹർഷി. അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലളിതമായ ടീച്ചിങ്സും ആത്മീയതയിലുള്ള ടീച്ചിങ്സും ഇന്ന് ലോക പ്രശസ്തം തന്നെയാണ്. എല്ലാവർക്കും ആത്മീയതയിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം തന്നെയാണ് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ്സ് അനുഭവിക്കാതെ ഒരു വ്യക്തിയും ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല. എല്ലാവരും അനുഭവിക്കുന്നതാണ്. എന്നാൽ ചില വ്യക്തികൾ വളരെ കൂളായിട്ട് ആ ഒരു സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്ത് കടന്നു പോകുന്നത് കാണാം. എങ്ങനെയാണിത് സാധിക്കുന്നത്? അവരറിഞ്ഞോ അറിയാതെയോ അവരുടെ ശ്രദ്ധ അവരുടെ ചിന്തകളിൽ, അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് അവർക്ക് ഈ സ്ട്രെസ്സിനെ വളരെ ഈസിയായി കടന്നു പോകാൻ സാധിക്കുന്നത്. എന്താണ് ഈ അവയർനെസ്, ശ്രദ്ധ? എല്ലാ വ്യക്തികൾക്കും നെഗറ്റീവ് ഫീലിങ്സ് അനുഭവിക്കേണ്ടി വരും പല സാഹചര്യത്തിൽ. എനിക്ക് പോസിറ്റീവ് മാത്രം മതി എന്ന് സെലക്ട് ചെയ്യാൻ ഒരു വ്യക്തിക്കും സാധിക്കില്ല. എല്ലാവരും എല്ലാം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ലൈഫിൽ ജീവിതം തുടരുന്നത്. പക്ഷേ ചില വ്യക്തികൾ വളരെ പെട്ടെന്ന് തളർന്നു പോകുന്നത് കാണാം, വളരെ നെഗറ്റീവായി അവർ പോകുന്നത് കാണാം. എന്നാൽ ചില വ്യക്തികൾ വളരെ പോസിറ്റീവായിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തെന്നും കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ കൂളായിട്ട് ഈ നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത്. നമുക്കൊരു നെഗറ്റീവ് ഫീലിങ്സ്, ഒരു നെഗറ്റീവ് വികാരം അല്ലെങ്കിൽ സ്ട്രെസ്സ്, ടെൻഷൻ ഒക്കെ ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിൽ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടായിരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളുടെ അവയർനെസ്സിനെ ഈ നെഗറ്റീവ് ചിന്ത തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ റൂട്ടിൽ തന്നെ അതില്ലാണ്ടാകും. പക്ഷേ പലപ്പോഴും നമ്മൾ അവിടെ അവയർനെസ് ഇല്ലാതെയാണ് നമ്മുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം നമ്മുടെ ന്യൂറോൺ മെമ്മറീസാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പാസ്റ്റിലെ മെമ്മറീസിലാണ് നമ്മുടെ മൈൻഡ് ഉള്ളത്, സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂച്ചറിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ന്യൂറോൺസ് മെമ്മറി വെച്ചിട്ട്. എന്താണ് നമ്മുടെ ന്യൂറോൺസ് മെമ്മറി? 10% ബ്രെയിനാണ്, അത് ന്യൂറോൺസ് മെമ്മറിയിലാണ്. അത് നമ്മുടെ പ്രീവിയസ് പാസ്റ്റ് മെമ്മറീസുകളാണ്, നമ്മുടെ അനുഭവങ്ങളൊക്കെയാണ്. നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ചിന്തകളും ഒക്കെ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് തന്നെയാണ്. അപ്പോൾ പലപ്പോഴും ഇതിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരിക. പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യത്തിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭാവിയിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാകുലതകളോ ഒക്കെ ആയിരിക്കും നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരിക. പക്ഷെ നമ്മൾ ചിന്തകളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ അവയർനെസ് ആയിരുന്നു എങ്കിൽ ആ ഒരു സെക്കൻഡിൽ തന്നെ ആ ചിന്ത നെഗറ്റീവ് റിവേഴ്സിൽ സഞ്ചരിക്കും. നെഗറ്റീവ് ഫീലിങ്സും നെഗറ്റീവ് വികാരങ്ങളും അവിടെ ഇല്ലാണ്ടാവും. ഇപ്പോൾ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്ടർ പോലെയാണ്. നമ്മൾ എവിടേക്കാണ് തിരിച്ചു വയ്ക്കുന്നത് അവിടേക്കാണ് നമ്മുടെ അവയർനെസ് പ്ലേ ആകുന്നത്. അവയർനെസ് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കോൺഷ്യസ്നെസ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. 10% ബ്രെയിൻ അല്ല വർക്ക് ചെയ്യുക. ഒരു ചിന്ത, നെഗറ്റീവ് ചിന്ത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ചിന്തയെ തിരിച്ചറിയാൻ സാധിച്ചാൽ, ഒരു നെഗറ്റീവ് ഫീലിങ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ അതതിൻ്റെ റൂട്ടിൽ വെച്ച് തന്നെ കട്ടാവും. കാട് കയറിയ ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകില്ല. പക്ഷെ പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അതിന് ലളിതമായ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. തുടർച്ചയായി ആ പ്രാക്ടീസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ അവയർനെസ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ ഭൗതിക ലോകത്തേക്കും, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകളിലേക്കും വികാരങ്ങളിലേക്കും ഈ അവയർനെസ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിളേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് സംസാരിക്കുന്നു എന്നതിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. സഡനായിട്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് വികാരമാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നത്
എന്ത് ചിന്തകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിലേക്ക് നമ്മളുടെ അവയർനെസ്സിനെ കൊണ്ടുവരിക. രണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഭൗതികത്തിലേക്ക് കൊണ്ടുവരാനും ശ്രദ്ധയെ കൊണ്ടുവരാനും നമ്മളുടെ ആന്തരികമായ സൂക്ഷ്മതലത്തിലേക്ക്, മനസ്സിൻ്റെ ചിന്തകളിലേക്കും വികാരങ്ങളിലേക്കും ശ്രദ്ധയെ കൊണ്ടുവരാനും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു ചിന്ത ഉടലെടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് അറിയാൻ സാധിക്കും. ഒരു നെഗറ്റീവ് വികാരം ഉടലെടുക്കുമ്പോൾ തന്നെ നമ്മളത് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കി എന്ന് ഉള്ള ഒരു ഒബ്സർവറായി കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഒബ്സർവറായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ നെഗറ്റീവ് ഫീലിങ്സ്, സ്ട്രെസ്സിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. നമ്മൾ അവയർനെസ് കൊണ്ടുവന്നിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ ഒരു ഉണ്ടാകുന്ന നെഗറ്റീവ് ചിന്ത, ഈ ഒരു ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് വികാരം അന്നത്തെ ദിവസം മുഴുവൻ നമ്മളുടെ ആ ചിന്തകളെ, കാട് കയറിയ ചിന്തകളിലൂടെ നമ്മളുടെ ആ വികാരം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല, അത്രയധികം ഈ വികാരങ്ങൾ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അവയർനെസ്സോടുകൂടി ഈ ചിന്തയും വികാരവും വരുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ ആ സെക്കൻഡിൽ ആ വികാരം അവിടെ ഇല്ലാതാവും, ആ നെഗറ്റീവ് ഫീലിങ്സ് അവിടെ നിന്ന് പ്രത്യക്ഷമാകും. അപ്പം നമ്മളെ ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ പ്രക്രിയയിലൂടെ നമുക്ക് നമ്മുടെ ഈ സ്ട്രെസ്സ് വളരെ വേഗത്തിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് കൂടുതൽ പോസിറ്റീവ് ആകാൻ സാധിക്കും. നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കാനും സാധിക്കും. ജസ്റ്റ് ഒരൊറ്റ ഐഡിയ മതി, നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുക. അത് ഭൗതികത്തിലേക്കും നമ്മളെ ഒബ്സർവ് ചെയ്യണം, ആന്തരികമായ സൂക്ഷ്മമായ നമ്മുടെ മാനസിക തലത്തിലേക്കും നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസിയാണ്. നമ്മളെ നെഗറ്റീവ് ചിന്ത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയും ഇന്നൊരു നെഗറ്റീവ് ഫീലിങ്സ് എന്നിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഒരു സ്മൈൽ നമ്മളിലപ്പോൾ ഉണ്ടാകും, അതോടുകൂടി ആ വികാരം അവിടെ നിന്ന് ഇല്ലാണ്ടാകും. പക്ഷെ അവയർനെസ് ഇല്ലാതെയാണ് നമ്മൾ നടക്കുന്നത് എങ്കിൽ, ശ്രദ്ധയില്ലാതെയാണ് നമ്മൾ ഓരോ കാര്യവും ചിന്തിക്കുകയും ഭൗതികത്തിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് എങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നത് സ്ട്രെസ്സായിരിക്കും, സ്ട്രെയിനായിരിക്കും നമ്മളെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ തന്നെ ഒബ്സർവർ ആകുക എന്നുള്ളതാണ്. നമ്മൾ കരുണ കാണിക്കേണ്ടത്, നമ്മൾ സ്നേഹം കാണിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. അപ്പോഴാണ് യഥാർത്ഥ സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങുള്ളൂ. അപ്പോൾ ഒബ്സർവറാകുക, നല്ലൊരു ഒബ്സർവറാകുക. അതായത് മറ്റുള്ളവരെ അല്ല ഒബ്സർവ് ചെയ്യേണ്ടത്, നമ്മളെ തന്നെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്. നമ്മളിൽ ആ മാറ്റം വരുമ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിലും ആ മാറ്റം സംഭവിച്ചിരിക്കും. അപ്പോൾ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വേ, സ്ട്രെസ് ഇല്ലാതാക്കാനുള്ള വേ, നമ്മുടെ തന്നെ ഒബ്സർവറാകുക. അവയർനെസ് കൊണ്ടാണ് നമ്മളെ ഒബ്സർവ് ആകേണ്ടത്. ചിന്തകളെ നിരീക്ഷിക്കുക, ശ്രദ്ധയോടെ നിരീക്ഷിക്കുക, വികാരങ്ങളെയും നിരീക്ഷിക്കുക. അതോടൊപ്പം നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് സങ്കല്പിക്കുന്നു എന്നുള്ളതിലേക്കും നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുക. ഇത്രയും മതി. ഇത്രയും കാര്യം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിട്ടുണ്ടാവാം. നമുക്ക് വളരെ സ്ട്രെസ് ഇല്ലാതെ, സ്ട്രെയിൻ അനുഭവപ്പെടാതെ വളരെ ലാഘവത്തോടു കൂടി ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാ വ്യക്തികളും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളും നെഗറ്റീവും പോസിറ്റീവുമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി മാത്രമാണ് ജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. നെഗറ്റീവിനെ മാറ്റി നിർത്താൻ പറ്റില്ല, പോസിറ്റീവിനെയും മാറ്റി നിർത്താൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യുക, അവയർനെസ്സോടുകൂടി ഇരിക്കുക, കോൺഷ്യസോടുകൂടി പ്രവർത്തിക്കുക. ഇത്രയേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി മറ്റൊരു വിഷയമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.